നേതാക്കളുടെ പിടിവാശിയിൽ വഴിമുട്ടി KPC പുനഃസംഘടന. സ്വന്തം പക്ഷത്തുള്ളവർക്ക് വേണ്ടി നേതാക്കൾ വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രതിസന്ധി. എന്നാൽ തൃശൂർ ഒഴികെയുള്ള എല്ലാ DCC അധ്യക്ഷന്മാരും മാറട്ടെ എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. ശ്രീത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീത്ത്, തൃശൂർ ഒഴികെ എല്ലാ സ്ഥലങ്ങളിലെയും അധ്യക്ഷന്മാർ മാറട്ടെ എന്ന് പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ്, എത്രത്തോളം വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു കടുംപിടുത്തമാണത് ശ്രീത്? ഹാഷ്മി, DCC KPCC പുനഃസംഘടന ഇന്നലെ പ്രഖ്യാപിക്കാനിരുന്നതാണ്. എന്നാൽ ജംബോ ലിസ്റ്റുമായി ഹൈക്കമാൻഡിനെ കാണാൻ പോയ കേരള നേതൃത്വത്തെ ഹൈക്കമാൻഡ് തിരിച്ചയച്ചു എന്ന ധാരണയാണ് ഇതുമായി ബന്ധപ്പെട്ട് പരന്നത്. എന്നാൽ അത് ഒരു കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് ധാരണയിലെത്താത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം DCC പുനഃസംഘടനയാണ്. DCC അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ഏകാഭിപ്രായമില്ല എന്ന് മാത്രമല്ല, ചില നേതാക്കൾ അവർക്കൊപ്പം നിൽക്കുന്ന DCCക്ക് വേണ്ടി വലിയ വാശി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാശിയാണ് ഇപ്പോൾ പുനഃസംഘടനയെ അനിശ്ചിതത്വത്തിലാക്കി. തിരുവനന്തപുരത്ത് DCC പ്രസിഡന്റായി ചെമ്പഴന്തി അനിൽ വരണം എന്ന താല്പര്യമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത്. എന്നാൽ മറ്റാളുകളെല്ലാം ഇതിനെ എതിർക്കുന്നു. കൊല്ലത്ത് നിലവിലുള്ള DC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ മാറ്റരുത് എന്ന ഉറച്ച നിലപാടിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. അവിടെ മറ്റു പേരുകൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോലും രാജേന്ദ്ര പ്രസാദിനെ മാറ്റാതിരിക്കുമെങ്കിൽ അതിനാണ് അദ്ദേഹം പ്രാമുഖ്യം നൽകുന്നത്. അങ്ങ് എറണാകുളത്തേക്ക് പോയാൽ എറണാകുളത്ത് ജില്ലാ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് നിലനിർത്തണമെന്ന് VD സതീശൻ ആവശ്യപ്പെടുന്നു. ഇങ്ങനെ പല ജില്ലകളിലും കണ്ണൂരിൽ മാർട്ടിൻ ജോർജ് തുടരട്ടെ എന്നാണ് കെ സുധാകരൻ നിലപാട്. കാസർഗോഡ് പുതിയ DC പ്രസിഡന്റ് വരികയാണെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന BM ജമാൽ തന്നെ DC പ്രസിഡന്റ് ആകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും വാശി പിടിക്കുന്നു. ഇങ്ങനെ നേതാക്കളുടെ വാശിപിടുത്തമാണ്, കടുംപിടുത്തമാണ് ഒരു തരത്തിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് പറയുന്നത് ഏതെങ്കിലും 4 പേരെ മികച്ച പെർഫോമൻസിൻ്റെ പേരിൽ മാറ്റി നിർത്തേണ്ടതില്ല, മറിച്ച് തൃശ്ശൂർ ഒഴികെയുള്ള തൃശ്ശൂർ കഴിഞ്ഞ 6 മാസം മുമ്പാണ് പുതിയ DC പ്രസിഡന്റ് അവിടെ വന്നത്. അതുകൊണ്ട് തൃശ്ശൂർ ഒഴികെ എല്ലാ ജില്ലകളിലും മാറട്ടെ, പുതിയൊരു സമഗ്രമായ പുനഃസംഘടന ഈ കാര്യത്തിൽ നടക്കട്ടെ. അതിന് കേരളത്തിൽ അക്കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കി പട്ടിക ഹൈക്കമാൻഡിന് കൈമാറിയാൽ വളരെ വേഗത്തിൽ പ്രഖ്യാപനം നടത്താം എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കും സമാനമായ നിലപാടാണ്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളുടെ പിടിവാശി ഉപേക്ഷിച്ച് കാര്യങ്ങളിൽ അഭിപ്രായ ഐക്യമുണ്ടാക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിർദ്ദേശം എത്രത്തോളം നടപ്പാകുമെന്നും തൃശ്ശൂർ ഒഴികെയുള്ള ഏതൊക്കെ DCC പ്രസിഡന്റുമാർക്ക് സുഗമമായ അധികാരമാറ്റം ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.